നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കനത്ത മൂടൽമഞ്ഞ് തുടരുന്ന സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി അബുദാബി പോലീസ്. ഓരോ റോഡിലെയും വേഗപരിധിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും ഇലക്ട്രോണിക് ബോർഡുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വേഗപരിധിയിൽ മാത്രമേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ എന്നും അബുദാബി പോലീസ് അഭ്യർത്ഥിച്ചു. റെസിഡൻസി പെർമിറ്റുള്ള പ്രവാസികളെ ഏതെല്ലാം സാഹചര്യങ്ങളിൽ നാടുകടത്താമെന്നതിൽ വ്യക്തത വരുത്തി കുവൈത്ത്. ആർട്ടിക്കിൾ 38 പ്രകാരമാണ് നാടുകടത്തൽ നടപടികൾ സ്വീകരിക്കുക. രാജ്യത്ത് നിയമപരമായ വരുമാന സ്രോതസ്സില്ലാത്തവരെയും തൊഴിൽ നഷ്ടപ്പെട്ടിട്ടും പുതിയ സ്പോൺസറെ കണ്ടെത്താൻ ശ്രമിക്കാത്തവരെയും നാടുകടത്തും. പബ്ലിക് അതോറിറ്റി ഓഫ് മാൻ പവറിൽ രജിസ്റ്റർ ചെയ്ത സ്പോൺസർക്ക് കീഴിലല്ലാതെ മറ്റൊരിടത്ത് ജോലി ചെയ്യുന്നത് ഗുരുതര നിയമലംഘനമായി കണക്കാക്കും. അനുമതിയില്ലാതെ പാർട്ട് ടൈം ജോലി ചെയ്യുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. വിസിറ്റ് വിസ ജോലി പെർമിറ്റിനായി മാറ്റുന്നത് തടയണമെന്ന നിർദ്ദേശത്തിൽ ബഹ്റൈൻ പാർലമെന്റിൽ ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടക്കും. രാജ്യത്തെ പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ നിയമ ഭേദഗതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ബഹ്റൈനിലെ യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കാനും അവർക്ക് കൂടുതൽ തൊഴിൽ ലഭ്യത ഉറപ്പാക്കാനും ഈ ഭേദഗതിയിലൂടെ കഴിയുമെന്നാണ് എംപിമാരുടെ വാദം. കുവൈത്തിൽ വിവിധ സേനാ വിഭാഗങ്ങൾ സംയുക്ത അഭ്യാസം നടത്താൻ ഒരുങ്ങുന്നു. നവംബർ 24, 25 ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ വൈകുന്നേരം 6 വരെയാണ് അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്നത്. വ്യോമ നാവിക സേനകൾ സംയുക്തമായി സമുദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ലൈവ് ഫയർ പോലെയുള്ള അഭ്യാസങ്ങൾ നടക്കുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കുവൈറ്റ് കരസേന മോറൽ ഗൈഡൻസ് ആൻഡ് പബ്ലിക് റിലേഷൻ ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സ്.